ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈബർ ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർക്കുള്ള ഒരു സംശയം ഉണ്ടാവും. സാറേ, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ എക്സാം വരാൻ പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഞങ്ങൾ ഏതാണ് പഠിക്കേണ്ടത്? നിങ്ങൾക്കറിയാം 13 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുണ്ട്. സോ വലിയ തരത്തിലേക്കുള്ള പോർഷൻസുകളാണ് നമുക്ക് മുൻപിലുള്ളത്. ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? കുറേ ആൾക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അതായിരിക്കും. സോ അത് നിങ്ങൾക്ക് ഏറ്റവും ഈസിയാക്കി തരാൻ വേണ്ടി മക്കളെ, ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഏറ്റവും ഈസിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ചാപ്റ്ററിലും നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ട ചില പോർഷൻസുകളുണ്ട്. ഫൈസൽ സാറും അബീൻ സാറും ഒക്കെ തന്നെ ചോദിച്ച സമയത്ത് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രധാനപ്പെട്ട ഏരിയാസിലേക്കും പോകാം. മകളെ ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗത്തു നിന്ന് മാത്രമേ ചോദ്യം വരൂ എന്നല്ല പറയാൻ പോകുന്നത്. മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഏരിയകൾ, അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ ഏരിയ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഏരിയാസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ പഠിക്കണം. എന്നിട്ടാണ് നിങ്ങൾ ബാക്കി ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഓരോന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. മകളെ നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. അധിനിവേശവും ചെറുത്തുനിൽപ്പും. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കാന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസ് ആണ്. പോർച്ചുഗീസുകാരുടെ സ്വാധീനം, അതുമായി ബന്ധപ്പെട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്ത് പറയുന്നുണ്ട്. അത് പഠിച്ചു വെച്ചോളാം. അതേപോലെ തന്നെ ടാക്സ് പോളിസീസ്, അവർ നടപ്പിലാക്കിയ നികുതി നയങ്ങളുണ്ട്. ആ നികുതി നയങ്ങളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളുണ്ട്, അത് പഠിച്ചു വെച്ചോളാം. അതേപോലെ തന്നെ റിവോൾട്ട് ഓഫ് 1887 1887 കലാപം എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് കൂടാതെ മക്കൾ ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ തരത്തിലേക്കുള്ള ഗോത്ര കലാപങ്ങളും അല്ലാത്ത തരത്തിലേക്കുള്ള ചെറിയ കലാപങ്ങളും ആ ഭാഗത്ത് പറയുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ടേബിളായിട്ട് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യം വലിയ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്, ഈ ഒരു ഭാഗം കേട്ടോ, ഓർത്ത് വെച്ചുകൂടാ. ഇനി നമുക്ക് നോക്കാം, പെട്ടെന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് നോക്കാം. ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് എന്താണ് ഇപ്പോൾ പഠിക്കേണ്ടത് മക്കളെ? അതിനകത്ത് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആണ് നമ്മൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അവിടെ തന്നെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാൾക്കാർ, ഒന്ന് രാജാറാം മോഹൻറോയും പണ്ഡിത രമാബായിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ എന്ത് ചെയ്യണം, കൊടുക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻസ് മസ്റ്റായിട്ട് എന്ത് ചെയ്യും, ചോദിക്കും. അതേപോലെ തന്നെ സ്വദേശി മൂവ്മെന്റ്, സ്വദേശി പ്രസ്ഥാനം, ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കേണ്ട എന്നല്ല, ഈ 3 ടോപ്പിക്കിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ ഇതുപോലെ തന്നെ വരും. ഇത് ഷുവറാണ്. അത് പഠിച്ചിട്ടേ നിങ്ങൾ ബാക്കിയിലേക്ക് പോകാവൂ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചാപ്റ്റർ നോക്കി. അതിനകത്ത് നോക്കാം, മൂവ്മെന്റ്സ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. ഫൈസൽ സാറാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാറിന്റെ ഒക്കെ അഭിപ്രായത്തിൽ തന്നെ പറയുന്നത് അതിനകത്ത് ടൈം കാൽക്കുലേഷൻ അല്ലെങ്കിൽ സമയനിർണ്ണയം പ്രധാനമായിട്ട് വരും. അതേപോലെ തന്നെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സണ്ണ്, സൂര്യന്റെ അയനം, റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ, ഭ്രമണവും പരിക്രമണവും. ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, വരിക. അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ടൈം കാൽക്കുലേഷൻ ഒക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, റെഡി. ഇനി അടുത്തത് നാലാമത്തെ ചാപ്റ്റർ ശ്രദ്ധിക്കുക. നാലാമത്തെ ചാപ്റ്റർ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമിയാണ്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്ത് എന്താണ് പഠിക്കേണ്ടത്? അത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ് 3 എക്കണോമിക് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചു വെച്ചോണം. അതിലേതെങ്കിലും ഒന്നിനെ കുറിച്ച് വിശദീകരിക്കാനും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതുകൂടാതെ മിക്സഡ് എക്കോണമി, അതായത് 3 ടൈപ്സ് ഓഫ് എക്കോണമീസ്, അതായത് 3 തരത്തിലേക്കുള്ള സമ്പദ് വ്യവസ്ഥകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വ്യവസ്ഥ ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സഡ് എക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ആ സിസ്റ്റമാണ്. അതുകൊണ്ട് അവിടെ ചോദിക്കാം. അതേപോലെ തന്നെ വെസ്റ്റേൺ തിങ്കേഴ്സ് ഐഡിയാസ്, പാശ്ചാത്യ ചിന്തകരും അവരുടെ ആശയങ്ങളാണ്. ഡീറ്റെയിൽസിലല്ല, അവരുടെ ആശയങ്ങൾ. ഓൾറെഡി നമ്മൾ ഇതേപോലെ തന്നെ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ആശയങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിന്തകരും ഒരു ടേബിളാക്കി നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. സോ അത് എന്ത് ചെയ്യുക, പഠിക്കാം കേട്ടോ. അതേപോലെ തന്നെ പിന്നെ മക്കൾ ശ്രദ്ധിക്കുക, ഗാന്ധിജിയും അമർത്യാസനാണ്. ഗാന്ധിജി അല്ലെങ്കിൽ അമർത്യാസൻ, അവരുടെ ഈ സാമ്പത്തിക ചിന്തകളെ കുറിച്ച് വരാം. ഒന്നുകിൽ ഗാന്ധിജി അല്ലെങ്കിൽ അമർത്യാസൻ കേട്ടോ. അത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. റെഡി. ഇനി അടുത്തത് 5ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. അത്യാവശ്യം വലിയൊരു ഭാഗമാണ് ഇത്, ഈ ഭാഗം. അതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ആ 6 അവകാശങ്ങളിൽ ഏതും ചോദിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്ന് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള അവകാശം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ 6 അവകാശങ്ങളുണ്ട്. 6 അവകാശത്തിൽ നമ്മൾ പറയാനുള്ളത് റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അതുകൂടാതെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങളും ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അതും പഠിക്കണം കേട്ടോ. അതാണ് 5ാമത്തത്. 6ാമത്തത് നോക്കുക മക്കളെ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ്, വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അതിനകത്ത് പഠിക്കേണ്ട സാധനം ഒന്ന് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആണ്, വിവിധതരം വിഭവങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ, ഈ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ തന്നെ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ പഠിക്കണം. അതുപോലെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, വ്യവസായ മലിനീകരണം കേട്ടോ. ഈ 4 ടോപ്പിക്കുകളാണ് മെയിനായിട്ട് ആ ഏരിയയിൽ പഠിക്കേണ്ടത്. ഓക്കെ, റെഡി. ഇനി അടുത്തത് 7ാമത്തത് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ ആണ്, മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളാണ്. അതിനകത്ത് ഡിഫറെന്റ് ഫോംസ് ഓഫ് മീഡിയ പഠിക്കണം, വിവിധ തരത്തിലേക്കുള്ള മാധ്യമങ്ങൾ ഏതാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് മീഡിയ ആൻഡ് സോഷ്യൽ ലൈഫ് പഠിക്കണം, സാമൂഹിക ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനത്തിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ ഡിജിറ്റൽ എൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മര്യാദകളെ കുറിച്ച് പഠിക്കണം കേട്ടോ. ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കേണ്ട എന്നല്ല,
നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം ഈ ഏരിയ തീർത്തിട്ടേ ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ പോകാം കേട്ടോ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. റെഡി. ഇനി അടുത്ത മക്കളെ ശ്രദ്ധിക്കുക, എട്ടാമത്തത് നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരളയാണ്. ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് എന്താണ് പഠിക്കേണ്ടത്? വലിയൊരു ഭാഗമാണ്, വൈഡായിട്ട് കിടക്കുന്ന ഭാഗമാണ്. അതിനകത്ത് നിർബന്ധമായി പഠിക്കേണ്ടത് ഏർലി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരളയാണ്. മക്കളെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യകാല ചെറുത്തുനിൽപ്പുകളാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പഴശ്ശി കലാപമൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. പഴശ്ശി കലാപം ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശി കലാപം വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ വരുന്നുണ്ട് അല്ലേ, വീരത്തമ്പി ദളവയെ അറിയാം. അതേപോലെ തന്നെ കൊച്ചിയിൽ പ്രധാനപ്പെട്ട പാലിത്തച്ഛനും. ഇവരുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ ആ 3 അവിടെ പഠിച്ചു വെക്കേണ്ടത്. അതുകൂടാതെ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ലാസ്റ്റ് വൺ കേരള സ്റ്റേറ്റ് ഫോർമേഷൻ, കേരള സംസ്ഥാന രൂപീകരണവും. ഈ 3 ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പഠിക്കാൻ പോകാവൂ. ഓക്കെ, റെഡി. അടുത്ത മക്കൾ ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ ഈ പറയുന്ന 8 കഴിഞ്ഞാൽ 9ാമതാണ് ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ് ആണ്. ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും എന്ത് ചെയ്യണം? പഠിക്കണം. അതേപോലെ തന്നെ 3 ഡയമെൻഷൻ ഓഫ് ഇക്വാലിറ്റി പഠിക്കണം. സമത്വത്തിന്റെ 3 മാനങ്ങൾ പഠിക്കണം. അതുപോലെ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ്, വിവിധ തരത്തിലേക്കുള്ള അവകാശങ്ങളെ കുറിച്ച് പഠിക്കണം. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ്, വിവിധ തരത്തിലേക്കുള്ള ഗവൺമെന്റുകൾ. ഇതൊക്കെ തന്നെ ഓരോരോ ടേബിൾ, ഈ പറഞ്ഞ 3 സാധനങ്ങൾ എല്ലാം തന്നെ 4 ടോപ്പിക്കുകളും ടേബിളുകളായിട്ടാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഈ അവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അമീൻ സാർ വളരെ ഷോർട്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അമീൻ സാറിൻ്റെ ആ ക്ലാസ്സുകൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ നോക്കുന്ന ഏരിയാസൊക്കെ കുറച്ച് ഏരിയ വലിയതാണ്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് അമീൻ സാറിൻ്റെ ക്ലാസ് കണ്ടാൽ, അല്ലെങ്കിൽ ഫൈസൽ സാറിൻ്റെ ക്ലാസ് കണ്ടാൽ, അല്ലെങ്കിൽ ജയ്സാറിൻ്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, റെഡി. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി അടുത്ത 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചാപ്റ്ററാണ്. 10ാമത്തെ ചാപ്റ്റർ യൂറോപ്പ് ഇൻ ദ വേൾഡ് മാപ്പാണ്. ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് പഠിക്കേണ്ടതെന്ന് യൂറോപ്യൻ ഫിസിയോഗ്രഫി, യൂറോപ്യൻ ഭൂപ്രകൃതി പഠിക്കണം. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് റീജിയൻ, കാലാവസ്ഥാ മേഖലകൾ പഠിക്കണം. ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതം. അതേപോലെ തന്നെ ഫിൻലാൻഡിനെ കുറിച്ചും പഠിക്കണം കേട്ടോ. ഈ 4 ടോപ്പിക്കുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് കഴിഞ്ഞാൽ 11ാമത്തെ ചാപ്റ്റർ ഫ്യൂഡലിസം ആൻഡ് ദ മിഡീവൽ വേൾഡ് ആണ്. അതിനകത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫ്യൂഡലിസം എന്താണെന്നും അതുപോലെ തന്നെ അത് തകരാനുണ്ടായ, അതിൻ്റെ തകർച്ചയ്ക്കുണ്ടായ കാരണവും എന്ത് ചെയ്യണം? പഠിക്കണം. തകർച്ചയുടെ കാരണങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതുപോലെ തന്നെ അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, അറബികളുടെ കോൺട്രിബ്യൂഷൻസ് പഠിക്കണം. അതുപോലെ അമേരിക്കൻ സിവിലൈസേഷൻ, ആ 3 സിവിലൈസേഷൻ അവിടെ വരുന്നുണ്ട്. ഇൻകകൾ, മായൻസുകൾ, അസറ്റക്കുകൾ, അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞാൽ 12ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്ക്, അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ആണ്. അതിനകത്ത് അഗ്രികൾച്ചർ സെക്ടറും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ട്രെൻഡ്സും ആണ് പഠിക്കേണ്ടത്. ആ ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും പഠിച്ചു വെച്ചോട്ടോ. നൂതന പ്രവണതകൾ, അഗ്രികൾച്ചർ സെക്ടറിലുള്ള നൂതന പ്രവണതകൾ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. റെഡി. ലാസ്റ്റ് ഫൈനൽ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ആൻഡ് ന്യൂ നാഷൻസ് ആണ്. പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. മക്കളെ ഒരു വലിയ ഭാഗമാണ്. അമേരിക്കൻ റവല്യൂഷൻസ് ആണ്. അതിനകത്തുള്ള ഇൻസിഡൻസുകൾ, അതിൻ്റെ റിവോൾട്ട്, അതിൻ്റെ റിസൾട്ടുകൾ പഠിക്കണം. റഷ്യൻ റവല്യൂഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസിഡൻസുകൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. അതുപോലെ ലോങ് മാർച്ച്, ഈ ചൈനീസ് സിവിലൈസേഷനിൽ ലോങ് മാർച്ച് ആണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. ഈ ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കാൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 13 പ്രധാനപ്പെട്ട ചാപ്റ്ററിലും ഈ ഭാഗത്തുനിന്ന് മാത്രമല്ല ചോദ്യങ്ങൾ വരിക. ഞാൻ അവസാനം ഒന്നുകൂടി പറയുകയാണ്, ഇതിന്ന് മാത്രമല്ല ചോദ്യം വരിക. പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ജയ് സാർ പറഞ്ഞ ഈ ഏരിയാസ്, ഇതാദ്യം നിങ്ങൾ പഠിക്കണം. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ളത് പഠിക്കാവൂ. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? വേറെയിലേക്ക് പോകും. നിങ്ങൾക്കറിയാം, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഒന്നുമില്ല. പക്ഷേ നിലവിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലായാലും അതുപോലെ തന്നെ സെക്കൻഡ് ടേമിലായാലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പാറ്റേണുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രീതിയിലേക്കാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ സിലബസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഈസിയാക്കി, നിങ്ങൾക്ക് വളരെ ഷോർട്ടാക്കി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് രസകരമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സൈലത്തിൻ്റെ അടിപൊളി ബാച്ചായിട്ടുള്ള നിഞ്ച ബാച്ച് മക്കളെ ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നിഞ്ചേനകത്ത് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 10% ഓഫർ ഉണ്ട്. എഡ്യൂ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് സൈലത്തിൻ്റെ എഡ്യൂ ഫസ്റ്റ് ഓഫറാണ്. 10% നിങ്ങൾക്ക് ഓഫറാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് 9954000800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിഞ്ചയുടെ ഭാഗമായി മാറുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക? തുടങ്ങുക. സോ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. ഈ വെക്കേഷനിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ചെറുതായിട്ട് പഠിച്ചു തുടങ്ങുന്നു. സോ നമ്മൾ 9 എന്ത് ചെയ്യണം? മനോഹരമാക്കണം, അടിപൊളിയാക്കണം. സോ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. സോ ഇനി വേണ്ട നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട വീഡിയോസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോർഷൻസുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ 3 ആൾക്കാരും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അത് തയ്യാറായിട്ട് നിൽക്കുകയാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ 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 മക്കളെ. ബൈ ബൈ ബൈ.